ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് രൂക്ഷ വിമർശനം. ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണം. ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാനാകുന്നില്ല. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പിലാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നത്. 13 ജില്ലകൾ, കേരളത്തിൽ നിന്നുള്ള 13 ജില്ലകളാണ് എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ജനപ്രതിനിധികൾ, അതായത് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ജനപ്രതിനിധികൾ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒഴിയണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പൊതുവെ ഉയർന്നു വരുന്നതിന് പ്രധാന കാരണം. പല കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഈ നേതാക്കൾക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. അവർ പല കഴിവുകൾ പറഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് ആലപ്പുഴയിലെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുതരമായ പരിക്കേറ്റ സംഭവത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അതിന് കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല. അതിന് ചികിത്സാ സഹായം വന്നത് തന്നെ അടിച്ചുമാറ്റി എന്നുള്ള പരാതി നിലനിൽക്കുന്നു. അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാനായിട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. മാത്രമല്ല, ആലപ്പുഴയിൽ ചൂരൽമഴ ദുരന്ത ബാധിതർക്ക് ധനസഹായ സമാഹരണത്തിന്റെ ഭാഗമായിട്ട് പിരിച്ച തുക സംസ്ഥാന നേതൃത്വത്തിനെ ഏൽപ്പിക്കണമായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എത്താൻ സമയം വൈകി. അതുകൊണ്ട് ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഓരോ ജില്ലകളിൽ നിന്നും ഉയർന്നു വരുന്നതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം ജനപ്രതിനിധിയായി മാറിയതോടുകൂടി തന്നെ നേതൃനിരയിലേക്ക് അത് കാര്യമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ മാറി നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് 13 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രായപരിധി 40-ന് മുകളിലാക്കണം യൂത്ത് കോൺഗ്രസിന്റെ എന്നൊരു നിർദ്ദേശം വന്നുവെങ്കിലും ഭൂരിപക്ഷ അംഗങ്ങളും അതിന് എതിർപ്പുമായി രംഗത്ത് വന്നു. 40-ന് താഴെ തന്നെ ആയിരിക്കണം പ്രായപരിധി എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പൊതുവെ യൂത്ത് കോൺഗ്രസിന്റെ ഈ നേതൃയോഗത്തിൽ ഉയർന്നു വന്നത്. ഷാജഹാൻ, ഒപ്പം അനർഹരാണ് ഈ ഭാരവാഹികളായത് എന്നുള്ളൊരു വിമർശനവും സംഘടനാ പ്രമേയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, KPCC ഭാരവാഹികളുടെ കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഓരോ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ കൊണ്ടുവരുന്നതിൽ അതിൻ്റെ അകത്ത് പലരും തങ്ങളുടെ ഇഷ്ടക്കാരെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പ് നോക്കുന്നു, അല്ലെങ്കിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തവരെ, അനർഹരായിട്ടുള്ളവരെ ആ ഒഴിവിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ, പ്രവർത്തിക്കാൻ കഴിവുള്ളവരെ ആ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശവും പൊതുവെ ഉയർന്നു വരുന്നുണ്ട്.